ഗായ്സ് ഒരു പരിപാടിയില്ല. നാഷണൽ ഡേ ആണ്, ലീവാണ് എല്ലാവർക്കും. ചെങ്ങായിന്റെ കുട്ടിന്റെ ബർത്ത്ഡേ ആണ്. ആദ്യം അവിടെ അത് കഴിഞ്ഞിട്ട് ബാക്കി ഇതാണ് നമ്മളെ ബർത്ത്ഡേ ബോയിനൊക്കെ ഒന്ന് കളിപ്പിച്ചേണ്ടത്. അവിടെ അപ്പോത്തിന് ഒരുത്തം വന്നാണ്ട് ഇതാ പൊട്ടിച്ചലും കഴിഞ്ഞു. കേക്ക് കട്ടീണിന്റെ മുന്നേ തന്നെ. പിന്നെ ഇങ്ങനെ ഇതാ കുട്ടീനെ ഓരോരുത്തർ വന്ന് എടുക്കണു, ഗിഫ്റ്റ് കൊണ്ടുവരണു, അങ്ങനെ ഓരോ പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോണു. എന്താ ഒരുത്തം കണ്ടില്ല 10 റിയാലിൻ്റെ ഗിഫ്റ്റും കൊണ്ടുവന്നിക്കണു. അങ്ങനെ ആ ഒരു സംസാരം കാര്യങ്ങൾ കഴിഞ്ഞ് കേക്ക് കട്ടിങ് തുടങ്ങി. ഇതാ കേക്ക് ചുറ്റുള്ളവരൊന്നും നോക്കണ്ട. അതും പറഞ്ഞ പോലെ ഫുള്ള് പ്രശ്നമാണ്. ഈ കേക്ക് കട്ടിങ് കഴിഞ്ഞാലുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കാൻ പോകണമെന്ന് കണ്ടറിയണം. എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിയിട്ടാണ് അവർ വന്നിക്കണത്. എന്താ മുട്ടായി എല്ലാവർക്കും കൊടുത്തതാ. ഇവനാണ് മെയിൻ കൊടുത്തത്. പിന്നെ ഫുള്ള് കച്ചറ. ആകെ കേക്ക് വാരി തേക്കണു, സ്പ്രേ അടിക്കണു, ഉള്ള അലമ്പ്. ഓരോരുത്തർ ആ കാക്കാനൊന്നും വെറുതെ വിട്ടണില്ല. നമ്മളാരും ഒഴിവാക്കണില്ല. ഏതായാലും പെരും കച്ചറ. അവസാനം അടി കിട്ടിയോ കുറേ പുറത്തേക്ക് പോകും. ഓരോരുത്തരെ പിടിച്ചു കൊണ്ടിരുന്നു. ആകെ അലമ്പ്. ഒരു ഭക്ഷണം കഴിക്കാൻ വന്ന ആൾക്കാരാണെന്നാണ് ഒരു ബോധവും എല്ലാവർക്കും. എല്ലാവരും ഒരേ പൊളി. ഏതായാലും അത് കഴിഞ്ഞതാ ഭക്ഷണം കഴിക്കൽ തുടങ്ങി. ഞാൻ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ എടുത്തില്ല, പായസം കുടിക്കുന്ന വീഡിയോ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞതാ പുറത്തേക്ക് ഇറങ്ങി കുട്ടീനെ അത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കുട്ടീൻ്റെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടില്ല. കൊടുക്കണം, ടൈം കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞിട്ടാ ഞങ്ങളിങ്ങനെ എല്ലാവരും ഇങ്ങനെ ഈ പാർക്കിലൊന്നും ഇങ്ങനെ സംസാരിച്ചിരുന്നു. എല്ലാവരും ഒരുമിച്ച് ഇതേപോലെ കിട്ടലില്ല. ഇനി എനിക്കെന്തായാലും ഒന്ന് റൂമിൽ പോകണം. ഒരു ചെറിയൊരു ഉറക്കം മസ്റ്റാണ്. അത് കഴിഞ്ഞ് നാഷണൽ ഡേൻ്റെ പ്രോഗ്രാമിന് പോകണം. ഉറക്കം കഴിഞ്ഞ് ഒരു ചായ അടിക്കാന്ന് കരുതി ചായ അടിച്ചപ്പോഴാണ് വണ്ടി ഇല്ലാന്ന് മനസ്സിലായത്. വണ്ടിക്ക് വിളിച്ചപ്പോൾ വണ്ടി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു പുതിയ ആളാണ്. അങ്ങനെ ഗായ്സ് വണ്ടി എത്തിക്കണു. എവിടെ വെടിക്കെട്ടുണ്ടാവും അറിയില്ല. അതെ, പോണായിക്കോതാ ഷാഹിദിനെ എടുത്ത്. നാഷണൽ ഡേ ശരിക്കും പറഞ്ഞാൽ മൂഞ്ചിക്കണു. എവിടെ എത്തണില്ല. എന്തൊക്കെ പറയാനുള്ളൂ. ആലോചിച്ചാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളൊരു പരിപാടിക്ക് വിളിച്ചണേ. അതിപ്പോ എങ്ങനെയായി? ഇനിയിപ്പോ എന്താ കാട്ടുക? സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഏകദേശം ഒരു 8-8:30 ആകുമ്പോൾ ആ ബ്ലോക്കിലാണ് പെട്ടിട്ട് അവിടുന്ന് രക്ഷപ്പെടുന്നത് ഒരു 11 മണിക്കാണ്. അതിൻ്റെ ആ ഒരു ഈ ഒരു ലെവലിൽ തന്നെ വണ്ടികൾ നീങ്ങണ. ഒരു സെക്കൻഡിൽ ഇങ്ങനെ കുറച്ച് പോകും. റോഡ് മൊത്തത്തിൽ ബ്ലോക്ക്. എല്ലാ വണ്ടിയിലും ഫ്ലാഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഭയങ്കര ആഘോഷവും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കണം. കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഏതായാലും ഒരു ഇതൊക്കെ രക്ഷപ്പെട്ടത് മഞ്ചീസിലെത്തി. മഞ്ചീസിലൊരു 95 റിയാലിന് കോംബോ ഉണ്ടായിരുന്നു. അത് ഓർഡർ ചെയ്ത് ഇങ്ങനെ അലാറം അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് വന്നു എന്നർത്ഥം. ഈ സാധനം എനിക്ക് അത്യാവശ്യം ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കഴിക്കാൻ. 5 ആൾക്ക് ധാരാളമാണ് ഈ സാധനം. എന്തായാലും അവിടുന്ന് ഫുഡ് ഓർഡർ ചെയ്ത് അത് കൊടുത്താണ്ട് പോകുന്നു. ഞാൻ കരുതിയതൊക്കെ ബാക്കിയായിരുന്നു. പക്ഷേ അതാണ് അങ്ങനെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഗൈസ് നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണാൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി. എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ വരും.